നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂരിൽ ഗുണ്ടാത്തലവൻ ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. 4 കൊലപാതക കേസുകളിലടക്കം പ്രതിയായ ഗുണ്ടാത്തലവൻ അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലായിരുന്നു പാർട്ടിയും പിന്നാലെ റീൽസും പുറത്തിറക്കിയത്. കൊടും ക്രിമിനലടക്കം 60ഓളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു. ആഘോഷമല്ല നടത്തിയതെന്നും റീൽസ് ഇറക്കിയത് അറിഞ്ഞില്ലെന്നും ഗുണ്ടാത്തലവനായ അനൂപ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞാന് അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 1 കൊല്ലം 5 മാസം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പരിപാടി അതില് കുപ്പിന്നും മറ്റിന്നൊക്കെ പറയണ വെറുതെ പച്ചകളാണ്. തൃശ്ശൂരിന് വെള്ളപ്പം മേടിച്ചതാണ്. അല്ലാണ്ട് മദ്യം ഒന്നല്ല. പോയി സാറന്മാര് വന്നിട്ടാണ്, ഉദ്യോഗസ്ഥന്മാര് വന്നപ്പോ അവര് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് പോയത്. കൂട്ടുകാര് എന്തൊക്കെയാണോ പറയണത്, നിങ്ങൾക്ക് കുടുംബം ഇല്ല. അത് ഞാനല്ല, അത് ഫ്രണ്ട് ആരോ കൂട്ടുകാരന്മാര് ചെയ്താണ്. നമ്മളെ അറിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മളെ കൂടിയ വലിയ ഒരു പരിപാടി ഇല്ലാത്തതാണ്. ഞാൻ പറഞ്ഞ മനസ്സില്ല. ഭക്ഷണം കൊടുത്തു, സാറന്മാര് പറഞ്ഞമാര് തന്നെ അവര് വന്ന് ചെക്ക് ചെയ്ത് അവരെ അപ്പൊ തന്നെ പോയി. അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് കേസാക്കണ്ടല്ലേ. പേരുകൾ എന്ന് പറഞ്ഞ ഫ്രണ്ട്സുകളാണ്. അവര് ഇത്ര ആൾക്കാരൊന്നും ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വന്നിട്ട് ആൾക്കാർ വന്ന് എന്തൊക്കെയാ ഉണ്ടായത് എനിക്ക് എന്താ പറയാ പറഞ്ഞിട്ടല്ലേ. എന്തായാലും ഭയങ്കര മോശമായ ന്യൂസുകളാണ് വരുന്നത്. നിങ്ങൾ അതിൽ മദ്യമൊക്കെ കണ്ടു. പക്ഷെ പിന്നല്ല, നമ്മള് അച്ഛൻ മരിച്ചതിന്റെ ഒരു ഫുഡ് പരിപാടി. ഞാൻ ജയിലിലായിരുന്നു. അപ്പൊ കേസ് വെറുതെ വിട്ട് നമ്മള് അതില് കേസില് വെറുതെ ഒരു പാർട്ടിക്കാർ കളിച്ചിട്ട് നമ്മളെ പ്രതിയാക്കിയതാണ്. നമ്മൾ കേസുകളൊന്നും ഇല്ല. 10 കൊല്ലം കേസിലാണ് നടക്കായിരുന്നു. അപ്പൊ മാനസികമായി തളർത്താണ് പറയണത്. നിങ്ങളും കൂടി ഇതുമാതിരി തളർത്തരുത്. നമുക്ക് മരിച്ചതിന്റെ ഒരു പരിപാടി സന്തോഷമല്ല. അവിടെ വെള്ളം കൂട്ടുകാരന്മാര് അവിടെ നിന്ന് വിളിച്ച് അവര് അറിഞ്ഞിട്ട് വന്നതാണ്. എന്നാ ഒരു 10 ആള് 20 ആളുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി. പിന്നെ എത്ര പിള്ളേരുണ്ടായിരുന്നു എനിക്കറിയില്ല. ഇഷ്ടമുള്ള കൂട്ടുകാർ ഫ്രണ്ട്സുകളാണ്. പരിപാടി വീടിന്റെ തന്നെ തൊട്ടടുത്ത് തന്നെ പാടത്ത്. സാർമാര് വന്ന് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സാർമാര് കുഴപ്പമില്ല പറഞ്ഞു പോയി. പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട് സംസാരിച്ച് അത് ആരിട്ടെന്ന് അവരെ പേരിൽ കേസാക്കുക. അവരെ വിളിച്ചിട്ട് സംസാരിക്കും. ഞാനല്ല ഇത് ചെയ്തത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇട്ടതിന് ശേഷമാണ് അറിയുന്നത്. നവമി ദിനേശ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത്തരം റീൽസുകൾ ഇറക്കുന്നത്, പ്രത്യേകിച്ചും ആരാധകരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഇത്തരം റീൽസുകൾ ഇറക്കുന്ന ഗുണ്ടകളുടെ രീതി ഇപ്പോൾ ഒരു പുതിയ സംഭവമല്ല. ഇപ്പോൾ ഈ സമീപകാലത്ത് ഇതേ രീതിയിൽ, സമാനമായ രീതിയിൽ ഗുണ്ടാ തലവന്മാർ അവരുടെ ആരാധകരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഇത്തരം റീൽസുകളൊക്കെ ഇറക്കുന്നത് പതിവായിട്ടുണ്ട്. നമ്മുടെ പോലീസിനെയും നിയമ സംവിധാനങ്ങളൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പക്ഷേ ഇവിടെ ഒരു പാർട്ടി സംഘടിപ്പിച്ചത്. 4 കൊലപാതക കേസിലടക്കം പ്രതിയായ ഗുണ്ടാ തലവൻ അനൂപ് കഴിഞ്ഞ ദിവസമാണ് ഒരു കൊലക്കേസിൽ കുറ്റവിമുക്തനായി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ആവേശമാണ്, ഇതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു പാർട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഒരു താൻ തിരിച്ചു വന്നു എന്ന ഒരു മുന്നറിയിപ്പ് അതറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റീൽസായി തന്നെ ഇതിനെ കാണേണ്ടതല്ലേ? ഇത് പോലീസ് എത്രത്തോളം ഗൗരവത്തിലാണ് ഈ ഗുണ്ടാ തലവന്മാരുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഈ ആഘോഷ പരിപാടിയെ കാണുന്നത്? എന്തായാലും ആഘോഷത്തിന്റെ ആവേശം അല്പം കൂടിപ്പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്ക് ഈ റീൽസിൽ കാണുന്നത് പോലെ സെലിബ്രിറ്റികളൊക്കെ വന്നിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കുന്ന പോലെയാണ് നമുക്കൊരു ഗുണ്ടാത്തലവൻ ജയിൽ മോചിതനായി എത്തുമ്പോൾ സ്വീകരിക്കുന്ന ഈ റീൽസ് കാണുമ്പോൾ തോന്നുന്നത്. അതും 2020 മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസിൽ പ്രതിയായി വിചാരണ തടവുകാരനായി കഴിയുന്ന ഒരു വ്യക്തി അനൂപ് എന്ന ഈ ഗുണ്ടാത്തലവൻ, അയാൾ പുറത്തിറങ്ങി കുറ്റവിമുക്തനായി കഴിഞ്ഞ ദിവസം കോടതി പ്രഖ്യാപിക്കുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്തു. ആ ഒരു സ്വീകരണം, ഗുണ്ടാത്തലവന് തന്റെ അനുയായികൾ നൽകുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നൽകുന്ന ഒരു സ്വീകരണം, അതൊരു റീൽസായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നു. അത് വൈറലാകുന്നു. അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് പോലീസ് അതൊരു അന്വേഷണം പ്രഖ്യാപിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ചിന് ഉൾപ്പെടെ ഇതിലൊരു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം പോലീസിന്റെ കൺമുന്നിൽ അല്ലെങ്കിൽ മൂക്കിന്റെ തുൻപത്ത് ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ പോലീസ് അത് അറിയുന്നത് അല്ലെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ്. നമ്മൾ അനൂപ് പറയുന്നുണ്ട് പോലീസ് അവിടെ എത്തി പരിശോധിച്ചു, അതിനുശേഷം പോലീസ് പോവുകയും ചെയ്തു എന്ന്. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 4 കൊലക്കേസിലെ പ്രതിയാണ് അനൂപ്. ജയിൽ മോചിതനായ ശേഷം പുറത്തു വന്നപ്പോൾ സുഹൃത്തുക്കൾ ഒരുക്കിയ ഒരു സ്വീകരണമാണ് ഇത്രയും വലിയൊരു ആഘോഷമായി റീൽസൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രം ആവേശത്തിന്
രംഗ എന്നുള്ളൊരു കഥാപാത്രം, അതൊരു ഗുണ്ടാ തലവനാണ്. രംഗയുടെ ബർത്ത്ഡേക്ക് സുഹൃത്തുക്കൾ ഒരുക്കുന്ന അല്ലെങ്കിൽ കൂടെയുള്ള അനുയായികൾ ഒരുക്കുന്ന ഒരാഘോഷം, അതിന് സമാനമായാണ് ഇത്തരത്തിൽ ഇവിടെയും ഈ ഒരു ആഘോഷം നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിനു മുൻപും പെരുമ്പാവൂർ അനസിന്റെ അടക്കം ഇത്തരത്തിലുള്ള റീൽസുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടുക, അവരുടെ ഒരു നവമി ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ റീൽസിനിടെ പോലീസ് ജീപ്പ് അവിടെ വരുന്നുണ്ട്. അതായത് പോലീസ് ആ സ്ഥലത്ത് എത്തിയെന്ന് തന്നെയാണ് അനൂപ് നേരത്തെ ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ കാര്യം. പക്ഷേ അതൊരു ആഘോഷമായിരുന്നില്ല, തൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുചേരലായിരുന്നു എന്നാണ് വിശദീകരണം. മാത്രമല്ല 2 ബോക്സുകളിലായി എന്തോ മദ്യക്കുപ്പി എന്ന രീതിയിൽ എന്തോ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു അത് വെള്ളയപ്പമാണ്, മറ്റു മദ്യമല്ല, മദ്യം തങ്ങൾ ഉപയോഗിക്കാറില്ല എന്നൊക്കെ. അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. പോലീസ് ആ സ്ഥലത്തെത്തി പരിശോധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരു നടപടിയിലേക്ക്, കാരണം ഇത് നിയമവിരുദ്ധമല്ല, ഇത്തരം ഒത്തുചേരലിനെ നിയമവിരുദ്ധമായി കാണാൻ കഴിയില്ല എങ്കിൽ പോലും ഇത്തരം ഒരു 60ഓളം കൊടും ക്രിമിനലുകൾ ഒരു സ്ഥലത്ത് ഒത്തുചേരുന്നു. അത് നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയായി തന്നെ കാണേണ്ടതല്ലേ? ഏറ്റവും പറഞ്ഞത് തന്നെയാണ് ശരി. ഇത് ഒരു അതായത് ഈ റീൽസ് എടുക്കുക അല്ലെങ്കിൽ ആഘോഷിക്കുക എന്നുള്ളത് ഒരിക്കലും നിയമത്തിനെതിരല്ല, അതെല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 60ഓളം ഗുണ്ടകളാണ് ആ റീൽസിൽ അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തത്. അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്, അതിനു സുഹൃത്തുക്കൾക്ക് ഭക്ഷണം നൽകിയെങ്കിൽ അത് സ്വാഭാവികമായും വീട്ടിൽ നടത്തേണ്ട അല്ലെങ്കിൽ അത്രയും സ്വകാര്യമായിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ട് വേണം നടത്തുക. അത് ഇത്രയും വലിയ ആഘോഷത്തിൽ നമുക്ക് ആ റീൽസിൽ കാണുമ്പോൾ തോന്നില്ല ഒരു മരണാനന്തര ചടങ്ങിന് വേണ്ടി സുഹൃത്തുക്കൾ ഒത്തുകൂടിയതാണെന്ന് നമുക്ക് എന്ന് കാണാൻ കഴിയുന്നില്ല. കാരണം ആഡംബര വാഹനത്തിൽ വന്നിറങ്ങുന്നു, ബുള്ളറ്റിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു താരപരിവേഷം നൽകിയാണ് സുഹൃത്തുക്കൾ അനൂപിനെ സ്വീകരിക്കുന്നത്. ഇത് ഈ 60 പേരടങ്ങുന്ന സംഘം എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്. പലരെയും തനിക്ക് അറിയില്ല, താൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് അവിടുന്ന് പോയി എന്ന് അനൂപ് പറയുമ്പോൾ കൂടിയും ഈ 60 പേരും അത് ഏതെങ്കിലും കേസുകളിലെ പ്രതിയാണോ, UAPA ചുമത്തിയ അല്ലെങ്കിൽ കാപ്പ ചുമത്തിയ പ്രതികളാണോ, അവർക്ക് ഇതിനു മുൻപ് അതായത് ഈ തൃശ്ശൂരിലെ തന്നെ പല ഇടങ്ങളിലും ഭീതി പടർത്തിയ അല്ലെങ്കിൽ ഗുണ്ട ആക്രമണ കേസുകളിലെ പ്രതിയായവരാണ്. അവരൊക്കെ ഇവിടെ വന്ന് ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ഒത്തുചേരുന്നു എന്ന് പറയുമ്പോൾ ഇവർ പോലീസിൽ പിടികൊടുക്കാതെ അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന കേസുകളിലെ പ്രതിയാണോ എന്നതൊക്കെയാണ് ഇവിടെ പ്രധാനമായും കാണേണ്ടത്. മറ്റൊരു കാര്യം, ഈ ഗുണ്ടകൾക്ക് ഇത്തരത്തിൽ ആഘോഷിക്കാനുള്ളൊരു അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലമായി, ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി അല്ലെങ്കിൽ റീൽസ് എടുത്ത് റീച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമായി തന്നെ കേരളം മാറിയോ എന്നുള്ളൊരു വലിയ സംശയമാണ്. നമ്മൾ ഔറംഗസീബ് ടോം തന്നെ നടത്തിയ ഔറംഗസീബുവിന്റെ വെളിപ്പെടുത്തൽ നടത്തിയ അഭിമുഖത്തിലൊക്കെ അതിനുശേഷമാണ് പോലീസ് ഒരു അന്വേഷണത്തിലേക്കും പെരുമ്പാവൂർ അനസിലേക്ക് എത്തുന്നതും പിന്നീട് അതൊരു രാമനാട്ടുകര അപകടവും അതിലെ തോക്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിലേക്ക് വരുന്നത്. ഇതും അതിനു മുൻപ് ഈ പെരുമ്പാവൂർ അനസിന്റെ ഒക്കെ റീൽസ് ഇതുപോലെ പോലീസിന്റെ കൺമുന്നിൽ മാഞ്ഞു പോയതായിരിക്കാം. ഇത് ഇന്നത്തെ ഈ വിഷയം, ഇന്ന് വന്ന റീൽസ് ഒക്കെ ആയിക്കോട്ടെ, പോലീസൊക്കെ ഇത് വലിയ ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഈ ഗുണ്ടകൾക്ക് പോലും ഇത്രയും പകൽവട്ടത്തിൽ ഇങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന അല്ലെങ്കിൽ നേരത്തെ ഈ ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കേരളത്തിലെ പ്രത്യേകിച്ചും കൊച്ചിയിലെ അടക്കമുള്ള ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായി പരിശോധിച്ചത്. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ അനസ് ഇതുപോലെ റീൽസുകൾ ഇറക്കി. ഇൻസ്റ്റാഗ്രാമിൽ 75,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ വലിയൊരു ആരാധക വൃന്ദം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പലർക്കും ഈ മരട് അനീഷിനെ പോലെയുള്ള പുത്തമ്പാലൻ രാജേഷ്, അങ്ങനെ ഓരോ ഗുണ്ടാ സംഘങ്ങൾക്കും ഇതുപോലെ റീൽസുകൾ ഇറക്കി അവർ വലിയ രീതിയിൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന റീൽസുകളൊക്കെ ഇറക്കുന്നത് പതിവാണ്. പക്ഷേ അതിനും അപ്പുറം ഗൗരവമായി ആണ് കാണേണ്ടത് ഇവരുടെ ഈ ഒത്തുചേരലാണ്. ഈ അടുത്തിടെയാണ് ആലപ്പുഴയിൽ ഒരു 25ഓളം വരുന്ന ഗുണ്ടാ സംഘങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത്. അതിനു മുൻപ് മരട് അനീഷും സംഘങ്ങളും ഒരു ബർത്ത്ഡേ ആഘോഷം ആലപ്പുഴയിൽ തന്നെ നടത്തുന്നു. ഇവിടെയൊക്കെ പോലീസ് വന്നു,
കുറച്ചു പേർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നു. വീണ്ടും നമ്മുടെ നാട്ടിൽ ഗുണ്ടകൾ ഇങ്ങനെ അഴിഞ്ഞാട്ടം നടത്തുന്നു. സാധാരണക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ഭീതി പരത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കരമനയിൽ നമ്മൾ കണ്ടതാണ്, യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ, അതായത് ഇന്റലിജൻസിന്റെ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതല്ലേ ഇങ്ങനെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ഒത്തുചേരലൊക്കെ അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ അതൊന്നും അറിയുന്നില്ലെങ്കിൽ പോലും അത് ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതല്ലേ നവമി? തീർച്ചയായും ടോം, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗുണ്ടകൾ ഇത്രത്തോളം വളരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗുണ്ടകളുടെ എണ്ണം കൂടുന്നു, അവർക്കൊക്കെ ഇത്രയും സോഷ്യൽ മീഡിയയിലടക്കം പബ്ലിക്കായി ഇത്തരത്തിൽ തങ്ങളുടെ വീഡിയോയും റീൽസും ഒക്കെ ഇടാനും ചെയ്യാനും റീച്ച് കൂട്ടാനും ഒക്കെ കഴിയുന്നു എന്നതിന് ഉത്തരം പോലീസിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ എത്രത്തോളം അവർക്ക് അതിൽ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് കരമനയിലെ യുവാവിനെ വെട്ടിക്കൊന്ന ദൃശ്യങ്ങൾ. അതിൽ പോലും അത് മറ്റൊരു കൊലക്കേസിലെ പ്രതിയാണ് അത് വന്ന് ചെയ്തത് എങ്കിൽ പോലും പോലീസിന് കൃത്യമായി ഇത്തരത്തിലുള്ളൊരു കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഗുണ്ട ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഗുണ്ട നേതാക്കന്മാരുടെ ഭീഷണി ഇതൊന്നും കൃത്യമായി പോലീസിന് ലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും തടയാനോ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഈ വീഡിയോ, ഈ റീൽസ് ഇത്രയും ഒരു ആഘോഷത്തിലേക്കൊക്കെ വരുന്ന രീതിയിൽ ഗുണ്ടകള് തങ്ങളുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് പോലീസ് കൃത്യമായും ഇതിലൊരു അന്വേഷണം നടത്തുകയോ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. ഒരു കൊലക്കേസിലെ പ്രതിയാണ്, ഒരു കേസിൽ മാത്രമാണ് കുറ്റവിമുക്തനായിട്ടുള്ളത്, മറ്റ് 3 കേസുകളിലെ പ്രതിയാണ്. എങ്കിൽ പോലും പോലീസിന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ ഇവരെ വേണ്ട രീതിയിൽ നിരീക്ഷിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു കേസിൽ വീണ്ടും ഇവർ അകത്തു പോകുന്നു, ഇതേപോലെ തിരിച്ചു വരുമ്പോൾ അവരെ ആഘോഷിക്കാനും അവരെ സ്വീകരിക്കാനുമുള്ള നാടായി നമ്മുടെ കേരളം മാറുന്നു എന്നുള്ളത് പോലീസിന്റെ തന്നെ അലംഭാവമാണ്. അവരുടെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം അല്ലെങ്കിൽ നിയമ സംവിധാനം ശക്തമാകാത്തതിന്റെ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ അനൂപിനൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ, കൊലപാതക കേസിലടക്കമുള്ള പ്രതികൾ ആ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഏത് രീതിയിലുള്ളൊരു നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോവുക? നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ അനൂപ് ഇപ്പോൾ തൃശ്ശൂരില്ല, അവിടെ നിന്നും മാറിയിരിക്കുകയാണ്, മറ്റൊരു ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പാർട്ടിയിൽ പങ്കെടുത്ത മറ്റ് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പോലീസ് ഒരു നടപടി സ്വീകരിക്കുമോ? അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമോ? ഇതിലെ നിയമ നടപടി ഏത് രീതിയിലായിരിക്കും പോലീസ് സ്വീകരിക്കുക എന്നതിൽ വ്യക്തമല്ല. കാരണം ഒരു റീൽസ് ചെയ്യുക അല്ലെങ്കിൽ ആഘോഷമാക്കുക എന്നുള്ളൊരു തരത്തിൽ പോലീസ് കേസെടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇതിൽ പ്രധാനമായും ഈ പങ്കെടുത്തവർ ഏതെങ്കിലും കൊലക്കേസുകളിലെ പ്രതിയാണോ അല്ലെങ്കിൽ ഇപ്പോഴും ഒളിവിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത പ്രതികൾ ഇക്കൂട്ടത്തിലുണ്ടോ, ആ രീതിയിലുള്ള ഒരു അന്വേഷണം മാത്രമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുക. ഇനി കാപ്പ ചുമത്തി നാട് കടത്തിയ പ്രതികളാണോ ഇവിടെ ഈ ആഘോഷത്തിലും പങ്കെടുത്തത് എന്നുള്ള കാര്യത്തിലുള്ള ആ രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതിലൊരു റിപ്പോർട്ട് കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ഗുണ്ടകൾ അല്ലെങ്കിൽ ഇവർ ആരൊക്കെയാണ്, ഇവർക്ക് മറ്റേതെങ്കിലും കേസിലെ പ്രതികളാണോ, ഏതെങ്കിലും ഒളിവിൽ പോയ അല്ലെങ്കിൽ കാപ്പ ചുമത്തപ്പെട്ട് നാട് കടത്തിയ പ്രതികളാണോ ഈ ആഘോഷത്തിൽ പങ്കെടുത്തത്, ഇവര് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഒളിവിൽ പോയ പ്രതികളാണോ, ആ തരത്തിലുള്ളൊരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. എന്തായാലും വളരെ ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ്. എന്തായാലും ഇതിനു മുൻപ് ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലും പോലീസ് അവിടെ എത്തി എന്നുള്ളത് അനൂപ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല, ഇത് മദ്യപാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആഘോഷമല്ല എന്ന് പറഞ്ഞതിന് ശേഷമേ പോലീസ് തിരിച്ചു പോയെന്നും അനൂപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും കൈമാറുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്.
വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ പോലീസ് ഈ വിഷയത്തെ ഏറെ ഗൗരവമായി കാണേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി സംഘങ്ങളുമൊക്കെ അഴിഞ്ഞാടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെയൊക്കെ വീഴ്ച ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വൈര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതുപോലെ പോലീസിനെയും നിയമ സംവിധാനങ്ങളൊക്കെ വെല്ലുവിളിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കടുത്ത നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇഫ്തിഖാർ അഹമ്മദ് ഒരു വിവാദ നായകനാണ്. ഇദ്ദേഹത്തിനെതിരെ മുൻപ് വിദ്യാർത്ഥിനികൾ പലപ്പോഴും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്, അറസ്റ്റും ഉണ്ടായിട്ടുണ്ട്. ലൈംഗിക അതിക്രമ പരാതിയിൽ അധ്യാപകൻ ഇഫ്തിഖാർ അഹമ്മദ് വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. കണ്ണൂർ പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് യുവതിയെ കയറിപ്പിടിച്ചെന്ന പരാതിയിലാണ് നടപടി. നേരത്തെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടപടി നേരിട്ട അധ്യാപകൻ വേഗത്തിൽ സർവീസിൽ തിരിച്ചെത്തിയതടക്കം വലിയ വിവാദമായിരുന്നു. പിന്നാലെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ SFIക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യാ ഭീഷണി അടക്കം ആത്മഹത്യാ കുറിപ്പടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതിനു പിന്നാലെയാണ് വീണ്ടും ഈ അധ്യാപകനെതിരെ ലൈംഗിക അതിക്രമ പരാതിയും അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഈ ഇഫ്തിഖാർ അഹമ്മദിനെതിരെ മുൻപ് വിദ്യാർത്ഥിനികൾ, സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ, നിരവധി വിദ്യാർത്ഥിനികൾ ലൈംഗിക അതിക്രമ പരാതി നൽകിയിരുന്നു, അറസ്റ്റുണ്ടായി. പിന്നീട് അദ്ദേഹം അതിവേഗത്തിൽ ക്യാമ്പസിൽ സർവീസിൽ തിരിച്ചെത്തി. വീണ്ടും വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് അതൊരു രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സമരമാണ്, ആരോപണങ്ങളാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇഫ്തിഖാർ അഹമ്മദ് ഇതിനെ ന്യായീകരിച്ചത്. പക്ഷേ ഇതൊരു പൊതു സ്ഥലത്ത് വെച്ച് കണ്ണൂർ പറശ്ശിനിക്കടവിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചൊരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവുക, സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടാവുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ബൈജു? തീർച്ചയായും ടോമെ, നമ്മൾ സ്പോട്ട് ലൈവിൽ തന്നെ നിരവധി തവണ ഈ ഇഫ്തിഖാർ അഹമ്മദുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ണൂർ പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലെ ഇത്തരത്തിലുള്ള പൂൾ വേവിൽ വെച്ച് ഒരു മലപ്പുറം സ്വദേശിനിയായ 22-കാരിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. ഇയാൾ ഈ സംഭവം കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ ഇഫ്തിഖാർ അഹമ്മദ്. ഇദ്ദേഹം ഈ വാട്ടർ തീം പാർക്കിൽ നിന്നും ഈ സ്ത്രീയോട് അപമര്യാദ പെരുമാറിയതിനെ തുടർന്ന് ബഹളം വെക്കുകയും പിന്നീട് തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾ ഇത്തരത്തിൽ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഈ യുവതി കൃത്യമായ ഈ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണയാണ് ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതി വന്നത്. SFI ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, എല്ലാ സംഘടനകളും കേന്ദ്ര സർവകലാശാലയിൽ ഇയാൾക്കെതിരെ ഒന്നിച്ച് നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ സ്വാധീനമുള്ള, അതായത് കേന്ദ്ര സർവകലാശാലയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഇയാൾ. കാരണം കഴിഞ്ഞ തവണ ഈ പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനോട് ഉൾപ്പെടെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം കാട്ടിയതിലാണ് ഇയാൾക്കെതിരെ 41 വിദ്യാർത്ഥിനികളിൽ 33 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരാതി നൽകിയത്. ഈ പരാതി ഈ കേന്ദ്ര സർവകലാശാലയിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ല് അന്വേഷിക്കുകയും തുടർന്ന് ഇത് ബേക്കൽ പോലീസിൽ ഇത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു. പിന്നീട് ഇയാളെ ഇത്തരത്തിൽ ജയിലിലടക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ജാമ്യം ലഭിച്ച ഇയാൾ ഈ ജാമ്യ ഹർജിയിൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുതെന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലംഘിച്ചാണ് ഇയാൾക്ക് വീണ്ടും ഈ കോളേജിൽ ഇത്തരത്തിൽ പഠിപ്പിക്കാനുള്ള അവസരം നൽകിയത്. അത് വലിയ പ്രതിഷേധത്തിനിടയ്ക്കും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. പിന്നീട് വീണ്ടും ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഈ വിദ്യാർത്ഥി സംഘടനയെ പ്രതിഷേധത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഒരു ഭീഷണിയുമായി ഇയാൾ രംഗത്ത് വന്നത്. ഇത് വലിയ ചർച്ചയായിരുന്നു ഈ സമയത്ത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇയാൾ കേന്ദ്ര സർവകലാശാലയിലെ പെരിയ കാർഷിക സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെയാണ് SFIക്കും ഇടത് സംഘടനകൾക്കുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധ്യാപകനായ ഇഫ്തിഖാർ അഹമ്മദ് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. സാധാരണഗതിയിൽ SFI പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ്, സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പ്രതിക്കൂട്ടിൽ നിന്ന ഒരു കാലയളവാണ്. അന്നിത് വലിയ ചർച്ചയായതാണ്. ഇഫ്തിഖാർ അഹമ്മദിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്, ആത്മഹത്യക്കുറിപ്പ് വലിയ ചർച്ചയായതാണ്. അതായത് തന്നെ
SFI വേട്ടയാടുന്നു, ഇതേ രീതിയിൽ പലരെയും വേട്ടയാടുന്നുണ്ട്, അതൊരു തനിക്കെതിരെ ഉയർന്നു വന്നതൊക്കെ കള്ള പരാതികളാണെന്നൊക്കെയാണ് ഇഫ്തിഖർ അഹമ്മദ് അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷേ അത് കള്ളമല്ല, അതിനകത്തൊരു അല്പമെങ്കിലും വസ്തുതയുണ്ട് എന്ന് ഇയാളുടെ സ്വഭാവദൂഷ്യം, ഇതേ രീതിയിൽ സ്വഭാവദൂഷ്യമുള്ള വ്യക്തിയാണ് ഈ അധ്യാപകനെന്ന് തുറന്നു കാട്ടുന്നതല്ലേ ഈ കണ്ണൂരിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് നടന്ന സംഭവം? ബൈജു, തീർച്ചയായും ടോം സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം സിദ്ധാർത്ഥിന്റെ അനുഭവം തനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് SFIക്കെതിരെ വലിയ തോതിൽ ഇത്തരത്തിൽ SFIക്കെതിരെ ആരോപണം ഉയർത്തിയാണ് ഇയാൾ ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത്. അപ്പോഴും ഈ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ കുറ്റം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബേക്കൽ പോലീസ് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം ഇതേ ബേക്കൽ പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോഴും കേസെടുത്തിരിക്കുന്നത്. ഇത് ബേക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് SFI ഉൾപ്പെടെ ABVP ഉൾപ്പെടെ മുഴുവൻ സംഘടനാ പ്രവർത്തകരും ഇദ്ദേഹം വീണ്ടും ഇതേ കോളേജിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും വൈസ് ചാൻസലറെ തടയുന്നതടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഈ വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് വീണ്ടും ഇയാൾക്ക് സസ്പെൻഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തീർച്ചയായും ഇയാളുടെ പോസ്റ്റ് അന്ന് വലിയ തോതിൽ ചർച്ചയായിരുന്നെങ്കിലും ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലാണ് സത്യം. എന്തായാലും നിലവിൽ കേന്ദ്ര സർവകലാശാലയിൽ തന്നെ ഇദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ കേസ് ഇപ്പോൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് നിലവിലുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് സ്റ്റേഷനിലും ഇതേ കേസുണ്ട്. ഇപ്പോൾ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കോളേജിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരവധി കേസുകളുണ്ട്. മുൻപ് ബൈജു സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിനികളുടെ ഗുരുതരമായിട്ടുള്ള പരാതി ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ വീണ്ടും സർവീസിൽ തിരിച്ചു കയറുന്ന അവസ്ഥ. ആരാണ് ഈ ഇഫ്തിഖർ അഹമ്മദ് എന്ന അധ്യാപകനെ സംരക്ഷിക്കുന്നത്? ഇപ്പോഴും സർവീസിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ സർവീസിലുണ്ടോ അതോ സസ്പെൻഷനിൽ തുടരുകയാണോ ബൈജു? ഇപ്പോഴും സർവീസിലുണ്ട്. ഇദ്ദേഹത്തിനെ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നേരത്തെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്നൊരു ജാമ്യ ഹർജിയിൽ ഒരു ഉപാധി വെച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർവകലാശാലയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നിട്ടും ഇയാൾക്ക് വീണ്ടും ആ കോളേജിൽ ഇത്തരത്തിൽ പഠിപ്പിക്കാനായി അവസരം നൽകുകയായിരുന്നു കോളേജ് അധികൃതർ. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമുണ്ടായി. പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ടായിരുന്നു വീണ്ടും നിയമനം നൽകിയതെന്ന ഒരു വിശദീകരണം മാത്രമാണ് കേന്ദ്ര സർവകലാശാല അന്ന് നൽകിയത്. പിന്നീട് സസ്പെൻഷൻ ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് SFIക്കെതിരെ വലിയ തോതിൽ ഇയാൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് പോസ്റ്റ് ഇട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായത്. എന്തായാലും ഇയാൾക്കെതിരെ സംയുക്തമായ എല്ലാ സംഘടനകളും ABVP ഉൾപ്പെടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇയാൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും കോളേജിൽ ഇപ്പോൾ 33 വിദ്യാർത്ഥിനികളുടെ പരാതി ഇയാൾക്കെതിരുണ്ട്. ഇയാളെ പ്രധാനമായും ഈ കവിത, അതായത് ഇംഗ്ലീഷ് കവിത പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ലൈംഗിക ചൊവ്വയോടുകൂടി വിദ്യാർത്ഥികളോട് ഇടപെടുക, അത് മാത്രമല്ല പരീക്ഷ എഴുതാൻ വന്ന ഒരു വിദ്യാർത്ഥിനി തലകറങ്ങി വീണ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ്. അത്തരത്തിൽ ഒരു മനോഗതിയുള്ള ഇതാണ് ഇദ്ദേഹത്തിന്. ഏതായാലും ഇദ്ദേഹത്തിന് വലിയ സ്വാധീനം കേന്ദ്ര സർവകലാശാല ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇയാൾ വളരെ പെട്ടെന്നാണ് ഇത്തരം കേസുകളിൽ അകപ്പെടുന്നതും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കോളേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ കേസിൽ അകപ്പെട്ടതോടുകൂടി കൂടുതൽ നാളുകളിലേക്ക് ഈ സസ്പെൻഷൻ എന്തായാലും നീണ്ടു നിന്നേക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഏതായാലും അത്ര പെട്ടെന്ന് ഇനി കോളേജിലേക്ക് തിരിച്ചു വരാൻ ഇദ്ദേഹത്തിന് സാധ്യത. കാരണം നിരവധി ആരോപണങ്ങൾ, ഇത്തരത്തിൽ എല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതികൾ, അത്തരത്തിൽ പോലീസ് കേസുകൾ, ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ കണ്ടെത്തലുകൾ, ഇതെല്ലാം കൂടി ഇപ്പോൾ വന്നതോടുകൂടി ഇനി ഏതായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും എത്ര സ്വാധീനം ഉണ്ടായാലും അഥവാ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തി കേന്ദ്ര സർവകലാശാലത്തിന് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്താനാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനവും. തീർച്ചയായും. കാരണം വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹത്തിന് മാതൃകയായി ജീവിക്കേണ്ടവരാണ് അധ്യാപകർ. അങ്ങനെയുള്ള ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് തുടർച്ചയായി വിദ്യാർത്ഥിനികൾക്ക് നേരെ പോലും ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. പൊതുസമൂഹത്തിൽ വെച്ച് ഒരു യുവതിയെ കയറിപ്പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഒരു
വകുപ്പ് തല നടപടിക്കപ്പുറം നിയമ നടപടി വരുന്നുണ്ട്. പക്ഷേ നിലവിൽ സസ്പെൻഷൻ മാത്രം മതിയോ ബൈജു? ഇങ്ങനെയുള്ളൊരു അധ്യാപകനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടേണ്ടതല്ലേ? അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ വരും ദിവസങ്ങളിൽ ഒരു കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരം ആവശ്യങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇയാൾക്കെതിരെ നിരവധി ട്രോളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. SFIയുടേത് ഉൾപ്പെടെ ഞാൻ പെട്ടു എന്നൊക്കെ പറയുന്ന വളരെ ഇതായിട്ടുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇയാൾക്കെതിരെ എന്ത് നടപടിയെടുത്താലും എത്ര വലിയ കുറ്റമായാലും ഇയാൾ പുഷ്പം പോലെ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ തന്നെ ഈ സ്പോട്ട് ലൈവിൽ തന്നെ 4-ലധികം തവണ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും ഇത്തരത്തിൽ പോലീസ് കേസായിട്ടും ജയിലിനകത്ത് കിടന്നിട്ടും ഒരു അധ്യാപകനെ വീണ്ടും എങ്ങനെയാണ് ഇത്തരത്തിൽ പഠിപ്പിക്കാനായി വീണ്ടും വരാൻ പറ്റുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രധാനമായ ഒരു ചോദ്യം. എന്തായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ലൈംഗിക ചുവയോടുകൂടി പാഠഭാഗമൊക്കെ ഇംഗ്ലീഷ് കവിത പാഠഭാഗമൊക്കെ ലൈംഗിക ചുവയോടുകൂടിയായിരുന്നു ഇയാൾ വിദ്യാർത്ഥിനികളോട് പഠിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. അത്തരത്തിലുള്ള പരാതി ആദ്യം തന്നെ ആരും പരാതി നൽകാനൊന്നും തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സഹിക്ക വയ്യാണ് ഇത്തരത്തിൽ പരാതിയുമായി വിദ്യാർത്ഥിനികൾ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടിയല്ല, ഇത്തരം ആളുകൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കടക്കാത്ത രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് വരണം. ഇതിന് ഗവർണറാണ് കേന്ദ്ര സർവകലാശാലയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗവർണർ ഉൾപ്പെടെ ഇടപെട്ട് അത്തരം നടപടികൾ പോകും എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും ഇപ്പോൾ കരുതുന്നത്. വ്യക്തമാണ്. KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ അധ്യാപകനെതിരെ കടുത്ത നടപടി തന്നെയാണ് സർവകലാശാല സ്വീകരിക്കേണ്ടത്. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വധുവിന്റെ പരാതി വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. Join India's സ്പോട്ട് ലൈവ് തുടരുന്നു. മുഫ്തി ചുരുട്ടി തലക്കിടിച്ചു, ചുണ്ടുകളിൽ പരിക്കേൽപ്പിച്ചു, മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു യുവതി ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂരമായ പീഡനങ്ങളാണിത്. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. രാഹുലിനെതിരെ പന്തിരാങ്കാവ് പോലീസ് ചുമത്തിയത് നിസ്സാര വകുപ്പുകളെന്നും പരാതിയിൽ പറയുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഒരാഴ്ച മുൻപ് നടന്ന സംഭവമാണ്. ഈ യുവതിയുടെ എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുലും തമ്മിലുള്ള വിവാഹം നടന്ന ഒരാഴ്ച മുൻപാണ്. ഈ ഒരാഴ്ച കാലയളവിനിടെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു പെൺകുട്ടി പിന്നീട് അവരുടെ വീട്ടിൽ, ഈ ഭർത്താവിൻ്റെ വീട്ടിൽ അടുക്കള കാണൽ ചടങ്ങ് നടത്തിയപ്പോഴാണ്, അതിനെത്തിയപ്പോഴാണ് കുടുംബം, ഈ പെൺകുട്ടിയുടെ കുടുംബം, മാതാപിതാക്കൾ ഈ പരിക്കേറ്റ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പോലീസിൽ പരാതി പറഞ്ഞു. പക്ഷെ പരാതിപ്പെട്ടിട്ടും ഇത് കാര്യമായ രീതിയിൽ ഈ പരിക്കുകൾ പരിശോധിച്ചില്ല, വധശ്രമത്തിന് കേസെടുത്തില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് കുടുംബത്തിൻ്റെ നീക്കങ്ങൾ? മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടല്ലോ. ടോം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപുണ്ടായ ഈ സംഭവത്തിൽ, കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ പോലീസ് വേണ്ട വിധം പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന് ഇരയായ, മർദ്ദനത്തിന് ഇരയായ വധുവിന്റെ പരാതി. ഇത് കാണിച്ചിട്ടാണ് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കും പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മെയ് 5-ാം തീയതിയാണ് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും
പന്തീരങ്കാവ് സ്വദേശി രാഹുലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. അതിനുശേഷം 9-ാം തീയതി പെൺകുട്ടിയുടെ വീട്ടിലുള്ള വിരുന്നു സൽക്കാര ചടങ്ങിൽ ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്നു. ഈ 8-ാം തീയതി വരെ, അതല്ലെങ്കിൽ 9-ാം തീയതി വരെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് വരെ ഈ എതിർകക്ഷിയായ രാഹുലിന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം തന്നോട് പെരുമാറിയത് എന്നാണ് ഇക്കാരി ആദ്യം അവകാശപ്പെടുന്നത്. അതിനുശേഷമാണ്, അതായത് 12-ാം തീയതി അടുക്കള കാണൽ എന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ബന്ധുക്കളും എല്ലാവരും 30ഓളം ആളുകൾ വീട്ടിലെത്തുന്നത്. തുടർന്നാണ് പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായത് എന്ന് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന്, അതായത് പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരോടും പറയുന്നത് ബാത്റൂമിൽ വീണതാണെന്നാണ്. പെൺകുട്ടി ബോധരഹിതയായി വീഴുകയും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയും ബോധം തെളിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതും ബാത്റൂമിൽ വീണതാണ് എന്ന് വേണം എല്ലാവരോടും പറയാൻ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് രാഹുലും അമ്മയും സഹോദരിയും ഭീഷണിപ്പെടുത്തി എന്ന് ആണ് പരാതിയിൽ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവാഹം മാട്രിമോണിയിലൂടെ കണ്ടെത്തി ഉറപ്പിച്ച ഒരു വിവാഹമാണ്. അതിനുശേഷം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നോട് തമാശയായി എന്തൊക്കെയാണ് നിന്റെ വീട്ടുകാർ എനിക്ക് തരാൻ പോകുന്നത് എന്ന് രാഹുൽ തമാശയോടെ ചോദിക്കുമായിരുന്നു. ഇത് തന്നെ രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും ഇത് തന്നെ ചോദിക്കുന്നത്, പുതിയ കാർ കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ പോലും കല്യാണത്തിന് മുൻപ് വിവാഹ ചെലവ് എന്ന തരത്തിൽ 2 ലക്ഷം രൂപ വീട്ടുകാരോട് ആവശ്യപ്പെടുകയും അവരത് 4-ാം തീയതി തന്നെ, അതായത് വിവാഹത്തിന് തലേ ദിവസം തന്നെ ആ തുക കൈമാറുകയും ചെയ്തിരുന്നു. പിന്നെ പെൺകുട്ടിയുടെ ഉടൻ തിരികെ എത്താം. ഇപ്പോൾ ആ യുവതിയുടെ പിതാവ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഈ ഒരു സംഭവം, ഇപ്പോൾ താങ്കളുടെ മകൾ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നേരിട്ട ക്രൂര പീഡനത്തെക്കുറിച്ച് കേട്ട് കേരളം ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥ. ഇത് അറിഞ്ഞ ഉടൻ തന്നെ മകളെയുമായി തിരികെ വീട്ടിലേക്ക് വന്ന അച്ഛൻ്റെയൊക്കെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ സാധാരണ മാതാപിതാക്കൾ പറയും ഇതൊക്കെ സഹിച്ച് നിങ്ങൾ വീട്ടിൽ കഴിയേ, അത് മാനഹാനി അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ നാണക്കേട് ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൊരു മാതാപിതാക്കളുടെ കാലഘട്ടത്തിലാണ് നിങ്ങൾ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചത്, മകളെയുമായി കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീതി കിട്ടിയില്ല എന്നൊരു ആക്ഷേപം അങ്ങ് ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിസാര വകുപ്പുകൾ മാത്രമാണ് രാഹുലിനെതിരെ ചുമത്തിയതെന്ന്. ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അടക്കം പരാതി നൽകാനുള്ള സാഹചര്യം എന്താണ്? അത് മെയ് 5-ാം തീയതിയാണ് എൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ഹലോ കേൾക്കാം പറഞ്ഞോളൂ. മെയ് 5-ാം തീയതിയാണ് കേൾക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എൻ്റെ മകളുടെ വിവാഹം നടന്നത്. ആ വിവാഹത്തിന് ശേഷം ഇവർ വരന്റെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് പോവുകയും പിന്നീട് 9-ാം തീയതിയാണ് എൻ്റെ വീട്ടിൽ ഒരു റിസപ്ഷൻ നടത്തിയത്. ആ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവർ 8-ാം തീയതി രാത്രി എൻ്റെ വീട്ടിൽ വരികയും 9-ാം തീയതി റിസപ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം 10-ാം തീയതി രാത്രി ഇവർ തിരിച്ചു പോവുകയും കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ 12-ാം തീയതി ഒരു വീട് കാണൽ അല്ലെങ്കിൽ അടുക്കള കാണൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾ ഈ വരന്റെ വീട്ടിൽ ചെന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ ഞങ്ങളെ കാത്ത് നിൽപ്പുണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവളെ കണ്ടില്ല. എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ മധുര പലഹാരങ്ങളൊക്കെ അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് മകളെ അന്വേഷിച്ചു. അപ്പോൾ മകള് ഇങ്ങനെ ഡ്രസ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മകൾ വന്നു. മകൾ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അവളുടെ മുഖം അത്ര വികൃതമായിരുന്നു. മകളെ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു എന്താണ് സംഭവിച്ചത്, എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ബാത്റൂമിൽ വീണതാണ് എന്ന്. അപ്പൊ നെറ്റിയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ബാത്റൂമിൽ വീണതാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് മകളോട് വീണ്ടും ചോദിച്ചു. സത്യം തുറന്നു പറയാൻ പറഞ്ഞു. അങ്ങനെ അവൾ സത്യം തുറന്നു പറയും. അതായത് ഈ മുഴ രാഹുൽ എന്നെ കൈ കൊണ്ട് ഈ മുഷ്ടി കൊണ്ട് കൈ മുഷ്ടി ചുരുട്ടി എന്നെ ഇടിച്ചതാണ്. അവിടെ മാത്രമല്ല തലയുടെ പല ഭാഗങ്ങളിലും അതേപോലെ ഇടിച്ചു. പിന്നീട് ഈ മൊബൈലിന്റെ ചാർജർ അതിന്റെ വയറുണ്ടല്ലോ അതുകൊണ്ട് കഴുത്തിൽ ചുറ്റി വലിച്ചു.
പിന്നെ കുനിച്ചു നിർത്തി പുറത്ത് ഇടിച്ചു. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ വീണ്ടും അവൻ വലിച്ച് കൊണ്ടുവന്നിട്ട് ബെൽറ്റിനടിക്കുകയാണ്. ബെൽറ്റിനടിച്ചു. ഞാൻ അവിടെ വെച്ച് മകളോട് പറഞ്ഞു, നിർത്തു, മതി. ആ വീട്ടുകാരോട് പറഞ്ഞു, എന്റെ മകളെ ഈ ഒരു നിമിഷം പോലും ഞാനിവിടെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് മകളെയും കൂട്ടി ഞങ്ങൾ നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ പരാതി കൊടുത്തു. ആ അതിക്ക് തൊട്ട് മുമ്പായിട്ട് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ഈ മകളെ ചികിത്സയ്ക്ക് വിധേയമാക്കി. അവിടുത്തെ ഡോക്ടറുടെ ഇന്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവർ FIR തയ്യാറാക്കി. ഞങ്ങൾ 1:30 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത്. ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീടാണ് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷന്. അപ്പൊ ഏതൊക്കെ വകുപ്പ്? പന്തീരാങ്കാവ് പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഗാർഹിക പീഡന കുറ്റം മാത്രമാണോ ചുമത്തിയിരിക്കുന്നത്? രാഹുലിനെതിരെ മാത്രമാണോ ഈ കുറ്റം കേസെടുത്തിരിക്കുന്നത്, അതോ മാതാപിതാക്കൾക്കെതിരെയും ഉണ്ടോ? രാഹുലിന് എതിരാണ് കേസെടുത്തിരിക്കുന്നത്. അത് നിസ്സാരമായിട്ടുള്ള ഒരു വകുപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് 307 എടുക്കും എന്നാണ്. പക്ഷെ അതല്ല, 324A ഗാർഹിക പീഡനം എന്നുള്ള ഇതിലാണ് യഥാർത്ഥത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇത്രയും കുറ്റം ചെയ്ത ഒരു ആൾക്ക് ആ ശിക്ഷ പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ രാഹുലിന്റെ മർദ്ദിച്ചത് രാഹുൽ മാത്രമാണോ? രാഹുലിന്റെ അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് മോൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു? അതെ, പുറത്തു പോയിട്ട് ഒരു 2 മണിക്ക്, രാത്രി 2 മണിക്ക് ശേഷമാണ് ഇവർ ഈ വീട്ടിലേക്ക് വന്നത്. ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോയി എന്നാണ് പറയുന്നത്. ആ വന്ന സമയത്ത് ഈ രാഹുലിന്റെ അമ്മയുടെ മുറിയിലേക്ക് വിളിച്ച് വരുത്തി റൂം അടച്ച് 1 മണിക്കൂറോളം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മർദ്ദനം ഇവർ നടത്തിയത്. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു റോള് ഇതിലുണ്ട്. അതായത് മകളോട് ഇടയ്ക്ക് പറയുമായിരുന്നു, എന്റെ മകൻ ഇതിൽ കൂടുതൽ സ്ത്രീധനം കിട്ടുമായിരുന്നു, കാറ് കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും എതിരായിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. വനിതാ കമ്മീഷൻ ആലുവ SPക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീധനം മാത്രമാണോ ഈ മകളെ മർദ്ദിക്കാനുള്ള കാരണം? സ്ത്രീധനം മാത്രമാണ്? അവരങ്ങനെ നിങ്ങളോട് ഈ വിവാഹത്തിന് മുൻപ് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നോ? വിവാഹത്തിന് മുമ്പ് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല. എങ്കിലും തമാശ രൂപത്തിൽ എന്റെ മകളോട് ഇവൻ ചോദിച്ചിട്ടുണ്ട്, നിന്റെ അച്ഛൻ എന്ത് തരും എന്ന്. അവളൊന്നും അതിന് മറുപടി പറഞ്ഞില്ല. ഇത്ര വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കൊടുത്തതനുസരിച്ചിട്ട് അവർക്ക് പോരാ എന്ന തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മർദ്ദിച്ച സമയത്ത് അവൻ പൂർണ്ണമായിട്ടും മദ്യലഹരിയിലായിരുന്നു. അതാണ് സ്വബോധം നഷ്ടപ്പെട്ട പോലെയൊക്കെ ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്നു. എന്തായാലും ഇപ്പോൾ ഈ പോലീസിൽ നിന്ന് ഒരു ഗുരുതരമായ വകുപ്പുകൾ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് മുഖ്യമന്ത്രി നല്ലൊരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷയുണ്ട് വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷന്റെ ഭാഗത്ത് ഇടപെടലെല്ലാം ഉണ്ടായോ? നിങ്ങൾ പരാതി കൊടുത്തിട്ട് എത്ര സമയമായി? അവരെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? തിരികെ ബന്ധപ്പെട്ടിരുന്നോ? 2 മണിക്കൂറിന് മുമ്പാണ് ഞങ്ങൾ ഈ വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും ഇമെയിലായിട്ട് ഈ പരാതി അയച്ചിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി. എന്തായാലും താങ്കളുടെ ആ ഒരു സമീപനം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമീപനം മാതൃകാപരമാണ്. കാരണം ഇതേ രീതിയിൽ നിരവധി പെൺകുട്ടികൾ ഭർത്തൃവീടുകളിൽ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും പറയും ഇതൊക്കെ സഹിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ചില അമ്മമാർ പറയും ഞങ്ങളുടെ ജീവിതവും ഇതേ രീതിയിലായിരുന്നു, ഇതൊക്കെ സഹിച്ചൊക്കെ ജീവിക്കേണ്ടതാണ് പെൺമക്കളെന്ന് പറഞ്ഞ് അവരെ പലപ്പോഴും കൊലക്കളത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിസ്മയുടെയും ഉത്രയുടെയും മറ്റും അനുഭവങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു അച്ഛൻ കാണിച്ച ധൈര്യമാണ്, ധീരമായിട്ടുള്ള ഇടപെടലാണ് മകളെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചത്. ആജ്ഞ രവീന്ദ്രൻ
ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും കുടുംബം ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിലവിൽ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത് രാഹുലിനെതിരെ മാത്രമാണ്. കുടുംബാംഗങ്ങൾക്കെതിരെയും നടപടി വേണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെ ഉള്ള, അതായത് ഈ അവർക്കെതിരെയും ഇതേ രീതിയിൽ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണോ ഈ കുടുംബത്തിൻ്റെ ആവശ്യം, ഈ പെൺകുട്ടിയുടെ ആവശ്യം? പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നത് രാഹുലിനൊപ്പം അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും ഇതിന് ഈ മർദ്ദനത്തിൽ പങ്കുണ്ട്. മർദ്ദിച്ചു എന്നല്ല, പെൺകുട്ടി അവർ മർദ്ദിച്ചു എന്നല്ല, പക്ഷേ രാഹുൽ ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്തൊന്നും തടുക്കാനോ അതല്ലെങ്കിൽ രാഹുലിനെ കൂടുതൽ ഇതിലേക്ക് കൂടുതൽ തീക്ഷ്ണമായി മർദ്ദനമുറ അഴിച്ചുവിടുന്ന തരത്തിൽ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മാത്രമല്ല പന്തീരങ്കാവ് പോലീസ് രാഹുലിനെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഗാർഹിക പീഡന കേസുകളിൽ സാധാരണയായി ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അതിന് പ്രകോപനം ഉണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ ആളുകൾ, അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ കേസിൽ പ്രതി ചേർക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും കണ്ടില്ല. വളരെ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി ഗാർഹിക പീഡന കേസ് എന്ന് മാത്രമാണ് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ 307 വേണം, അതല്ലെങ്കിൽ വധശ്രമത്തിനുള്ള നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന ആവശ്യമാണ് പെൺകുട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം തന്റെ കഴുത്തിൽ ഫോണിന്റെ ചാർജിന്റെ കേബിൾ മുറുക്കി വലിക്കുകയുണ്ടായി, തനിക്ക് ശ്വാസം മുട്ടുന്ന സാഹചര്യം ഉണ്ടായി. അത് തന്റെ വിരലുകൾ അതിനിടയിൽ കൈ കടത്തി വലിച്ചത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ താൻ മരിക്കാതെ അല്ലെങ്കിൽ മാരകമായ ഒരു സാഹചര്യത്തിലേക്കോ എത്താതെ, അത്രയും തീവ്രമായ ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ ഇരുന്നത് എന്നാണ് പെൺകുട്ടി പരാതിയിൽ ഉന്നയിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 307 എന്നുള്ള വകുപ്പ് കൂടി ഇതിനകത്ത് ചേർക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കും പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, ഈ പരാതിയിലാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതും. അതിക്രൂരമായ മർദ്ദനമാണ് രാഹുൽ എന്ന 29-കാരൻ തന്റെ ഭാര്യയായ പെൺകുട്ടിയോട്, അതായത് കേവലം 7 ദിവസം മാത്രം പരിചയമുള്ള തന്റെ പങ്കാളിയോട് കാണിച്ചത്, അല്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പെൺകുട്ടി എന്തായാലും ആശുപത്രി വിട്ടിട്ടുണ്ട്. തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റിട്ടുള്ളത് കൊണ്ട് അധികം സംസാരിക്കാൻ പാടില്ല എന്നൊരു സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് തന്നെ. എന്നിരുന്നാൽ പോലും ഈ പരാതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും നൽകിക്കഴിഞ്ഞു ഇതിനകം എന്നാണ്. അതും വധശ്രമം ഇതിൽ രാഹുലിനെതിരെയും അതുപോലെ എതിർകക്ഷികളായ 2ാം കക്ഷിയും 3ാം കക്ഷിയുമായ അമ്മയും മകൾ കാർത്തികയ്ക്കും എതിരെയും ഈ കേസ് എടുക്കണം എന്ന ആവശ്യം കൂടി പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് ഇടുക്കി ഇരട്ടയാറിലേക്കാണ്. ഇരട്ടയാറിൽ 17-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോക്സോ കേസ് ഇരയാണ് പെൺകുട്ടി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഒരു പോക്സോ കേസിലെ ഇരയായിട്ടുള്ള 17-കാരിയാണ് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ പാടുകളുണ്ട്. അതൊരു കൊലപാതകമാണെന്നാണോ പോലീസിന്റെ നിഗമനം? കൊലപാതകം എന്നൊരു പ്രാഥമിക സംശയത്തിലെ തുടർന്നുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. മേഖലയിലെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം ഫോറൻസിക് വിദഗ്ധരും ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:45 ഈ വീടിനുള്ളിലെ മുറിയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് പോലുള്ളൊരു സാധനം മുറുക്കിയ അവസ്ഥയിലായിരുന്നു. ഈ വീട്ടിലെ ഇവരുടെ കുട്ടിയുടെ അമ്മയും അച്ഛനുമൊക്കെ രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു. സാധാരണഗതിയിൽ ചില ദിവസങ്ങളിലൊക്കെ പെൺകുട്ടി താമസിച്ചെഴുന്നേക്കുന്ന ഒരു ശീലമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയും ഇവർ കുട്ടി എഴുന്നേക്കാത്തത് സംബന്ധിച്ച് ദുർഹൃദയം തോന്നിയില്ല. ഇവർ പതിവ് പോലെ
ഉൾപ്പെടെയുള്ള ജോലികൾക്കായി പോയി. എന്നാൽ ഒരു 10:30 ഇവരുടെ കുട്ടിയുടെ മാതാവും ഒപ്പം മറ്റൊരു ബന്ധുവും കൂടി ഇവിടെ എത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ മുൻപ് വിദേശത്തായിരുന്നു. അവരുടെ ഇതിന്റെ തുടർന്നുള്ള ജോലിയുടെ ആവശ്യങ്ങൾക്കായി ബയോഡാറ്റയിൽ തിരുത്തൽ വരുത്തുന്നതിനായി കുട്ടിയുടെ സഹായം തരുന്നതിനായിട്ടാണ് ഇവർ ഈ സമയത്ത് തിരികെ എത്തിയത്. അപ്പോഴാണ് അപ്പോൾ എത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ വീടിനുള്ളിൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നാട്ടുകാരെയൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ മേഖലയിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കമൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇരട്ടയാർ മേഖലയിലും പ്രദേശങ്ങളിലേക്കുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. കുട്ടിക്ക് മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം കുടുംബത്തിലും മറ്റുള്ളവരുടെ പേരിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഒക്കെ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കുട്ടി ഒരു പോക്സോ കേസ് ഇരയായ ഒരു കുട്ടിയാണ്. 2 വർഷത്തിന് മുൻപാണ്. അതൊക്കെ സംശയിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. പ്രിൻസ്, ഈ കേസിന്റെ ഒരു പശ്ചാത്തലം, ഈ പോക്സോ കേസിന്റെ പശ്ചാത്തലം കൂടി അറിയേണ്ടതാണ്. എന്നാൽ ഈ കേസിൽ ഇരയായിട്ടുള്ള പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കേസിലെ പ്രതികളാരാണ്, അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങേണ്ടതല്ലേ? നിലവിൽ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് ഈ പോക്സോ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളിലേക്കൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 2 വർഷം മുൻപാണ് ഈ കേസ് നടക്കുന്ന പോസ്കോ കേസിൽ നടക്കുന്നത്. ഇതേ തുടർന്ന് ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടി ഇത് കഴിഞ്ഞ ശേഷം, ഈ സംഭവത്തിന് ശേഷം എന്തെങ്കിലും മാനസിക വിഷയങ്ങൾ അനുഭവിച്ചിരുന്നോ, ഒപ്പം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഭീഷണിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുമൊക്കെ പോലീസ് വ്യക്തമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മാനസിക സംഘർഷമൊക്കെ കുട്ടികൾക്കുണ്ടായിരുന്നു, മറ്റുള്ള ആളുകളിൽ നിന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്ന എല്ലാ കാര്യങ്ങളും എല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണം കൊലപാതകമാണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും കൊലപാതകം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതിനനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം ഈ മുൻപുണ്ടായ കേസിലെ പ്രതികളെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കേട്ടോ. പ്രിൻസ്, മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, നിലവിൽ ഈ കേസിലെ, ഈ പോക്സോ കേസിലെ പ്രതികളായിട്ടുള്ളവർ ആരൊക്കെയാണ്? ഈ സമീപത്തുള്ളവർ തന്നെയാണോ? അവർ ഈ പെൺകുട്ടിയുടെ മരണം നടക്കുന്ന സമയത്ത് അവരെവിടെ ഉണ്ടായിരുന്നു? സമീപ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ, ആ പ്രതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പ്രതികളുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും പോലീസ് പങ്കുവച്ചിട്ടില്ല. എങ്കിലും ഇത്തരത്തിലുള്ള എല്ലാവിധ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. 2 വർഷം മുൻപാണ് കേസ് നടക്കുകയും ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതികളുമായി അടുത്ത ബന്ധമുള്ളവരുമായും ബന്ധപ്പെടുത്തിയൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ കുട്ടിയുമായി ഇടപഴകുന്നുണ്ടോ, ഒപ്പം ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇരട്ടയാർ മേഖലയിലും ഈ കുട്ടിയുടെ വീടും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ ഒക്കെ ആരെങ്കിലും ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നോ, അപരിചിതരായ ആളുകൾ എത്തിയിരുന്നോ എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും വ്യക്തമായി നടത്തി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഇരട്ടയാറിലാണ് 17-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോക്സോ കേസ് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ മരണം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. CPO റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ നടപടിയുമായി പോലീസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച 15 ഉദ്യോഗാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. നേരത്തെ കസ്റ്റഡിയിലെടുത്തവരെ കേസെടുക്കാതെ വിട്ടയക്കാമെന്ന ഉറപ്പിലായിരുന്നു 1.5 മാസം നീണ്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാൻ, ഈ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ ഒരു തൊഴിലിന് വേണ്ടി സമരം ചെയ്തു, തൊഴിലില്ല, ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി, പോലീസ് കേസ്. നിലവിൽ 15 പേർക്കെതിരെ മാത്രമാണോ കേസെടുത്തിരിക്കുന്നത്? ടോം, നമുക്കറിയാം 13,000-ലേറെ ആളുകളാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ 3000-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം നൽകുന്ന സാഹചര്യമുണ്ടായത്. ശേഷിക്കുന്ന 10,000-ഓളം ആളുകളാണ് സെക്രട്ടേറിയറ്റിൻ്റെ സമര കവാടത്തിൽ ഏതാണ്ട് 1.5 മാസത്തോളം തുടർച്ചയായി സമരം ചെയ്തത്. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പകുതിപ്പേരുടെയെങ്കിലും നിയമനം നടപ്പിലാക്കണമെന്നായിരുന്നു അവർ മുമ്പോട്ട് വെച്ച ആവശ്യം. പക്ഷേ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടും അതൊന്നും ഫലം കാണുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കാലാവധി നീട്ടാനെങ്കിലും തയ്യാറാകണമെന്ന ആവശ്യം അവർ
അവർ സർക്കാരിന് മുമ്പിൽ വെച്ചു. അവിടെയും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. MG റോഡ് ഉപരോധിച്ചുകൊണ്ട് അവസാന ആഴ്ചകളിൽ നടന്ന ഉപരോധം അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങളെത്തി. അതിനൊടുവിലാണ് സമരം ചെയ്തിരുന്ന ഏതാനും ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഉൾപ്പെട്ട 15 പേർക്കെതിരെയാണ് അന്ന് കേസെടുക്കാൻ ഒരുങ്ങിയത്. പക്ഷേ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ കേസെടുക്കാതെ തന്നെ വിട്ടയക്കാമെന്ന് കന്റോൺമെന്റ് പോലീസ് ഉറപ്പ് നൽകുകയായിരുന്നു. അങ്ങനെ ഉറപ്പ് നൽകി വിട്ടയച്ച 15 പേർക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായി അവരുടെ നിയമനം നടന്നുമില്ല. ഇപ്പോൾ നിയമക്കുരുക്ക് അവർക്ക് പിന്നാലെ വരുന്ന ഒരു സാഹചര്യം. വലിയ തരത്തിലൊരു പ്രതിസന്ധിയിലാണ് ആ ഉദ്യോഗാർത്ഥികൾ. ആ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പലരുടെയും പ്രായപരിധി കഴിഞ്ഞും പോയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ നിയമ നടപടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ജീവിത സാഹചര്യം തന്നെ മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഡാനിപ്പോൾ ഈ കേസെടുക്കുന്ന സാഹചര്യത്തിൽ പലരും ഉദ്യോഗാർത്ഥികളാണ് ഒരു ജോലി തേടി വീണ്ടും PSCയെയും അതല്ലെങ്കിൽ സർക്കാർ ജോലി തേടി ജോലി പ്രതീക്ഷിച്ചു നിൽക്കുന്നവരാണ്. ഇത്തരമൊരു പോലീസ് കേസും നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പ്രതീക്ഷകൾക്കൊക്കെ അതൊരു വലിയ തിരിച്ചടിയല്ലേ ഡാൻ? സ്വാഭാവികമായി പോലീസ് അത്തരമൊരു നീക്കം നടത്താനുള്ള സാധ്യത നേരത്തെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധക്കാർ ഒരു തരത്തിലും സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുന്ന തരത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കരുതെന്ന ആവശ്യം ഉപാധിയായി മുമ്പോട്ട് വെച്ചത്. അത് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്ന് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നൂറുകണക്കിന് പ്രതിഷേധക്കാർ പങ്കെടുത്ത ഉപരോധം അന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ ആഴ്ചകൾക്കിപ്പുറം ഇത്തരത്തിൽ കന്റോൺമെന്റ് പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ നിയമ നടപടികൾ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് വലിയ തരത്തിലൊരു കുരുക്കായി മാറുകയാണ് ഉദ്യോഗാർത്ഥികൾക്ക്. പോലീസ് വെരിഫിക്കേഷൻ എവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ തുടർന്നുള്ള അവരുടെ ജോലി തേടിയുള്ള അന്വേഷണത്തെ വരെ അത് തിരിച്ചടിക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ഒരു പശ്ചാത്തലമുള്ളതിനാൽ ഒരാൾക്ക് പോലും നിയമനം ലഭിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരമൊരു നിയമ നടപടി കൂടി അതിന്റെ പേരിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡാൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലവിൽ 15 ഉദ്യോഗാർത്ഥികൾക്കെതിരെയാണ് കേസ്. പക്ഷേ ഇവരുടെ ആ ഒരു കൂട്ടായ്മ അന്ന് സമരരംഗത്ത് ഉണ്ടായിരുന്നവരൊക്കെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ ഒരു തുടർ തീരുമാനം എന്താണ് ഈ വിഷയത്തിൽ? നമുക്കറിയാം, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നു സമരം ചെയ്യാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് കവാടത്തിലെത്തിയത്. സ്വാഭാവികമായി ഇത്തരമൊരു നിയമ നടപടി വരുമ്പോൾ അത് തിരുവനന്തപുരത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കെതിരെ മാത്രമല്ല മറ്റ് പല ജില്ലക്കാരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമുള്ളതിനാൽ അവർക്കെതിരെ വീണ്ടും നിയമ നടപടിയുമായി പോലീസ് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അതിനെതിരെ സംഘടിതമായ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. CPO റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ പങ്കെടുത്ത അതിന് നേതൃത്വം വഹിച്ച 15 ഉദ്യോഗാർത്ഥികൾക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡിയിലെടുത്തവരെ കേസെടുക്കാതെ വിട്ടയക്കാമെന്ന ഉറപ്പിലായിരുന്നു 1.5 മാസം നീണ്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.